ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പ്രേമക്കണിയൊരുക്കി, ലഹരി നൽകി മയക്കി, സുഹൃത്തിനൊപ്പം ചേർന്ന് പീഡിപ്പിച്ചു, ദൃശ്യങ്ങൾ കാട്ടി പണം ആവശ്യപ്പെട്ട് ബ്ലാക്ക് മെയിലിംഗ്. ബംഗളൂരുവിലെ അമൃതഹള്ളിയിൽ ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട യുവാവ് അയാളുടെ സുഹൃത്തും ചേർന്ന് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ പകർത്തി ബ്ലാക്ക്മെയിൽ ചെയ്യുകയും ചെയ്തു എന്നുള്ള പരാതിയുമായാണ് ഒരു 19-കാരി പോലീസിലെത്തിയത്. ആ 19-കാരിയായിട്ടുള്ള കോളേജ് വിദ്യാർത്ഥിനി തമിഴ്നാട് സ്വദേശിനിയാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിയായിട്ടുള്ള ഡിക്സൺ സാന്റോ, 21 വയസ്സാണ്. ഇയാളാണ് അവളുടെ സുഹൃത്ത്. ഒപ്പം സക്ലേഷ്പൂർ സ്വദേശിയായിട്ടുള്ള നിഖിൽ, 35 വയസ്സ്. ഈ രണ്ടു പേർക്കുമെതിരെയാണ് ഈ യുവതി പരാതി നൽകിയിരിക്കുന്നത്. പോലീസ് പെൺകുട്ടിയുടെ പരാതിയിൽ FIR രജിസ്റ്റർ ചെയ്തു. എങ്ങനെയാണ് ഇവർ പരിചയപ്പെട്ടത്? ഇൻസ്റ്റാഗ്രാം വഴി ഈ പരാതിക്കാരി ഡിക്സനുമായി പരിചയത്തിലാവുകയാണ്. ഇൻസ്റ്റാഗ്രാം മെസ്സേജുകൾ വളർന്നു. അവർ അങ്ങനെ സുഹൃത്ത് ബന്ധത്തിലേക്ക് എത്തി. ആ സുഹൃത്ത് ബന്ധം പിന്നീട് അത് പ്രണയമായി മാറുകയും ചെയ്തു എന്നാണ് പോലീസ് പറയുന്നത്. അങ്ങനെ ഈ കഴിഞ്ഞ വാലന്റൈൻസ് ഡേക്ക് ഫെബ്രുവരി 14-ാം തീയതി രാത്രി മറ്റൊരു സുഹൃത്തിനൊപ്പം പകൽ കോളേജിലൊക്കെ പോയി വൈകിട്ട് ഭക്ഷണം കഴിക്കുന്ന സമയത്താണ് ഈ ഡിക്സന്റെ ഒരു കോള് വരുന്നത്. ഒരു സ്വകാര്യ വില്ലയിൽ വെച്ച് നടക്കുന്ന പാർട്ടിയിലേക്ക് ക്ഷണിച്ചുകൊണ്ടായിരുന്നു ആ ഫോൺ കോള്. ആ ക്ഷണം സ്വീകരിച്ചു. സുഹൃത്തായി പ്രണയമൊക്കെ ആയതാണല്ലോ. അങ്ങനെ അർദ്ധരാത്രിയോടുകൂടി അവൾ റെക്സ് വില്ല എന്ന ആ സ്ഥലത്തേക്ക് എത്തി. അവിടെ വെച്ചാണ് ഈ ഡിക്സൺ അവന്റെ സുഹൃത്തായിട്ടുള്ള നിഖിലിനെ പരിചയപ്പെടുത്തുന്നത് ഈ പെൺകുട്ടിക്ക്. പാർട്ടി നീണ്ടു കുറച്ച് സമയമൊക്കെ കഴിഞ്ഞോടുകൂടി ഈ പ്രതികൾ നിർബന്ധിച്ച് പിങ്ക് നിറത്തിലുള്ള ഒരു ഗുളിക കഴിപ്പിച്ചു എന്നാണ് ആ പെൺകുട്ടി മൊഴി നൽകിയിരിക്കുന്നത്. ഈ ഗുളിക കഴിച്ചതും അർദ്ധബോധാവസ്ഥയിലായി പോയി അവൾ. പിന്നീട് താഴത്തെ ഒരു മുറിയിലേക്ക് തന്നെ കൊണ്ടുപോയത് അവൾക്ക് വ്യക്തമായ ഓർമ്മയുണ്ട്. ആ കൊണ്ടുപോയ ശേഷം പീഡിപ്പിച്ചു, ദൃശ്യങ്ങൾ മൊബൈൽ ഫോണിൽ പകർത്തി എന്നാണ് യുവതി പരാതിയിൽ ആരോപിക്കുന്നത്. I'm 19 years old and I'm a student in St. Joseph's University. And Nikhil and Dixon, both of them are at fault. I'm standing up because I think I need justice and I think I deserve justice because I'm not the only girl who they have done this to. First of all, Dixon made me fall in love with him. He trapped me, he called me every day, texted me every day and had the whole call history with me. He made me love him, made me go to that villa, and both of them did things to me. Where is the villa? The villa is in Jaipur. It's called Rex Villa. And they do this to multiple people, and there was another girl with me too. There were multiple girls, right? Nobody's ready to stand up, so I'm going to do it today. So first of all, they give girls pills, they mix it in the water, they forcefully give it in the mouth, and I don't exactly know what pill that is. It's something pink color. And I felt really dizzy, I felt really off and weird, and Dixon took me to the room downstairs because I remember fully clearly, and then Nikhil followed him behind. There was Nikhil, Dixon and me. Dixon starts doing things to me which I'm not comfortable with. I keep telling him to take Nikhil out of the room, but he does not. Nikhil wakes up, throws a condom at my bed, and I'm half naked. He tells Dixon to penetrate me. പീഡന ദൃശ്യങ്ങൾ കൈവശമുണ്ട് എന്ന് ഭീഷണിപ്പെടുത്തിയ ഈ പ്രതികൾ പെൺകുട്ടിയോട് 20 ലക്ഷം രൂപ ആവശ്യപ്പെട്ടു എന്നാണ് പറയുന്നത്. 17-ാം തീയതിയാണ് ഈ പെൺകുട്ടി പരാതി നൽകുന്നത്. അതായത് 14-ാം തീയതി രാത്രി, 15-ാം തീയതി പുലർച്ചയോടുകൂടി ഉണ്ടായ സംഭവം. 17-ാം തീയതിയാണ് അവൾ പരാതിയുമായി പോലീസിനെ സമീപിച്ചത്. മാനസികമായും ശാരീരികമായും അവശയായിരുന്നു, അതുകൊണ്ടാണ് പരാതിപ്പെടാൻ വൈകിയത് എന്നാണ് പെൺകുട്ടി പോലീസിനോട് പറഞ്ഞത്. ഇനി ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇതിനിടയിൽ മറ്റൊരു പരാതിയെക്കുറിച്ചുള്ള വിവരം പുറത്തു വന്നു. പ്രതിപട്ടികയിൽ ഉള്ളവരിൽ ഒരാൾ ഈ പെൺകുട്ടിക്കെതിരെ ഹണി ട്രാപ്പ് പരാതി നൽകിയിരുന്നു. സംഘം ചേർന്ന് ഭീഷണിപ്പെടുത്തി പണം തട്ടാൻ ശ്രമിച്ചുവെന്നാണ് ആ പരാതി. ഈ പെൺകുട്ടിക്കും ഇർഫാൻ എന്ന് അവൾ പരിചയപ്പെടുത്തിയ സുഹൃത്തിനുമെതിരെയാണ് പോലീസിൽ പരാതി നൽകിയത്. ഈ പറയുന്ന ഇർഫാൻ ഒരു പ്രാദേശിക മാധ്യമ പ്രവർത്തകനാണ് എന്നാണ് പരിചയപ്പെടുത്തിയിരുന്നത് അവരെ. പണം നൽകിയില്ലെങ്കിൽ വ്യാജ വാർത്ത നൽകി അപമാനിക്കും എന്നായിരുന്നു ഭീഷണി. എന്നാൽ ഈ ഹണി ട്രാപ്പ് അതൊരു കള്ളക്കഥയാണെന്നാണ് പെൺകുട്ടിയുടെ മറുപടി.
Incident happened with me, sexual assault. These two people, Dixon and Nikhil, both of them assaulted me, and they were threatening me not to go against them or file a case because they actually assaulted me, and that was the truth. But before I could do anything, they have made a false case against me and the people who are helping me, saying that I'm honey trapping and I'm extorting money. I have not taken even 1 rupee from them, and this Nikhil and Dixon always do this thing. This happened with me. This could happen with multiple girls. This is like a sex racket. So this happens thrice in a week because I have analyzed it. I've seen how many times they go to that villa. I've been seeing his stories. I've observed. I've spoken to his own friends. They do it on a daily basis. And if it happened to me, if it happened to other girls, and I will stand up. ഈ പെൺകുട്ടി പീഡന പരാതി നൽകുന്നതിന് ഒരു ദിവസം മുമ്പാണ് ഈ പരാതി ശരിക്കും പോലീസിലെത്തിയിരിക്കുന്നത്. അതായത് അവൾ പരാതി നൽകിയത് 17-ാം തീയതി, ഇവർ അതിനേക്കാൾ ഒരു ദിവസം മുമ്പ് പരാതി നൽകിയിട്ടുണ്ട് എന്ന് പോലീസ് പറയുന്നു. എന്നാലും 2 പരാതികളിലെയും സത്യാവസ്ഥ പോലീസ് പരിശോധിക്കുകയാണ്. അത് പെൺകുട്ടി ഇത്തരത്തിലൊരു പ്രണയക്കെണിയിൽ ലഹരി നൽകി മയക്കിയ ശേഷം അവളെ അർദ്ധബോധാവസ്ഥയിൽ പീഡിപ്പിച്ചു 2 പേർ ചേർന്ന് എന്നുള്ളതാണോ, അല്ലെങ്കിൽ അതൊരു ഹണി ട്രാപ്പായിരുന്നു? രണ്ടും പരിശോധിക്കുന്നുണ്ട് പോലീസ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.